നമസ്കാരം. എന്റെ വാർത്തയിലേക്ക് സ്വാഗതം. UDFന്റെ വളരെ മികച്ച എന്നാൽ നിശബ്ദനായ പ്രവർത്തകനാണ് ചാണ്ടി ഉമ്മൻ. നിലമ്പൂരിൽ ഷൗക്കത്തിന് വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ വളരെ ജനസമ്മതിയുള്ള വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതികൾ ഇങ്ങനെയാണ്. നിലമ്പൂരിലെ വീട് വീടാന്തരമുള്ള പ്രചരണം അത് വളരെ ജനശ്രദ്ധ നേടുന്നത് തന്നെയാണ്. ഉമ്മൻചാണ്ടി എന്ന കേരള മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ജനമനസ്സുകളിൽ സ്ഥാനം നേടിയതും അവരോടുള്ള പെരുമാറ്റത്തിലൂടെയായിരുന്നു. പുതുപ്പള്ളിയിൽ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഭരണം നടത്തിയത് 53 വർഷമാണ്. മരണം വരെ ഉമ്മൻചാണ്ടി അവിടുത്തെ MLA-യുമായിരുന്നു. എല്ലാ തിരഞ്ഞെടുപ്പിലും വളരെ മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയം. ഇതെല്ലാം ഒരു ജനനായകൻ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയായിരുന്നു. അത് അദ്ദേഹം നേടുകയും ചെയ്തു. നിസ്സംശയം പറയാം, ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാതയിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡാണ് അവസാന വാക്ക്. അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പാർട്ടിയിലെ അന്ത്യ തീരുമാനം. പാർട്ടിക്കുള്ളിൽ തന്നെ ചില അസ്വാരസ്യങ്ങളും വിയോജിപ്പുകളും ഉടലെടുത്തിട്ടുണ്ട്. സുധാകരന്റെ സ്ഥാനമാറ്റത്തിന് പിന്നിൽ ഹൈക്കമാൻഡിനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതാണ് എന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. വ്യക്തമായ ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊരു നീക്കം നടന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു തമ്മിൽ തല്ലല്ല വേണ്ടത്, ഭരണ നേട്ടമാണെന്ന തിരിച്ചറിവ് തനിക്കുണ്ടെന്നാണ് സുധാകരന്റെ പക്ഷം. ചാണ്ടി ഉമ്മന്റെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ സേവനങ്ങൾ ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയെ ജനമനസ്സുകളിൽ ഓർമ്മിപ്പിക്കുകയാണ്.